ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ യുവതിക്ക് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പട്ടണക്കാട് വെട്ടക്കലെ വീട്ടുവളപ്പിൽ ആരതി എന്ന യുവതിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ആരതിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങൾ ആരതിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മക്കളായ 9 വയസ്സുള്ള ഇഷാന്റെയും 3.5 വയസ്സുള്ള സിയയുടെയും മറ്റു ബന്ധുക്കളുടെയും നിലയ്ക്കാത്ത നിലവിളികൾ കൂടി നിന്നവരുടെ കണ്ണുകളെ ഈറനണി. 1:30 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ചേർത്തല പട്ടണക്കാട് വെട്ടക്കൽ വലിയ വീട്ടിൽ പ്രദീപിൻ്റെ മകൾ 32 വയസ്സുള്ള ആരതിയെ ഭർത്താവ് കടക്കരപ്പള്ളി വട്ടക്കര സ്വദേശി ചന്ദ്രൻ്റെ മകൻ 36 വയസ്സുള്ള ശ്യാം ജി ചന്ദ്രനാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് തെക്കുവശത്തുള്ള ഇടറോഡിൽ വെച്ച് തിങ്കളാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. ആരതി സ്കൂട്ടറിൽ വരുമ്പോൾ ഇവിടെ ബൈക്കിൽ പെട്രോളുമായി കാത്തുനിന്നിരുന്ന ഭർത്താവ് ശ്യാം ജി സ്കൂട്ടർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 90% പൊള്ളലേറ്റ ആരതിയെ രക്ഷിക്കാനായില്ല. 70% പൊള്ളലേറ്റ ശ്യാമും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഇരുവരും കുറച്ചുനാളായി അകന്ന് കഴിയുകയായിരുന്നു. ജീവനും ജീവിതവും നൽകി സ്നേഹിച്ചവൻ്റെ കൊടുക്രൂരതയിൽ പ്രാണൻ പൊലിഞ്ഞ ആരതി എന്ന യുവതി നാടിൻ്റെ കണ്ണീർ പ്രണാമങ്ങൾ ഏറ്റുവാങ്ങി യാത്രയായി. മന്ത്രി പി പ്രസാദ്, അഡ്വക്കേറ്റ് എം ആരിഫ് എം പി, മുൻ എം പിയും മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് സി എസ് സുജാത, ജില്ലാ സെക്രട്ടറി പ്രഭ മധു, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത്, പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ജാസ്മിൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സജിമോൾ ഫ്രാൻസിസ്, അനന്തു രമേശൻ തുടങ്ങി നിരവധി പേർ ആരതിയുടെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിൻ മീഡിയ ചേർത്തല.